അയ്യോ മഹാ മോശം 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 തന്നെ. ഇതെല്ലാം വളരെ മോശം തന്നെ. അതെ മോശം മോശം. ഇത് കണ്ടോ ദേ കണ്ട വേസ്റ്റ് എടുക്കണം കണ്ടോ. ഈ നഗറിൽ ഇത്രയും വൃത്തികേട് ഉണ്ടായിരുന്നില്ലല്ലോ. ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് നഗർ ഭരിച്ചിരുന്നവരെ കഴിവുള്ളവരായിരുന്നു. ഇപ്പൊ ഭരിക്കുന്നവരെ പറഞ്ഞാ മതി വഴി വൃത്തികേടാക്കി. എന്താ കാര്യന്നോ വഴി വൃത്തികേടാക്കി എടുക്കുന്നത് കണ്ട വേസ്റ്റ് കണ്ട. അയ്യോ ഞാനല്ല, പ്രസിഡന്റിന്റെ പരസ്യ വിചാരണ ചെയ്യണം, അതാ വേണ്ടത്. ശരി, പ്രസിഡന്റിനെ ഒന്ന് കാണണം. വരൂ, പോയി കാണാം. കാണണം. പോ പോ. ചെല്ല്. അതെന്താണോ? അതെ പ്രസിഡന്റ് ഒന്ന് കാണണം. ഇത് കോളനി ഓഫീസും കൂടിയാ. നിങ്ങളുടെ പെർമിഷൻ ഒന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല. മാറോ അതിന്റെ ഒരു വടി. അത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ചോദിച്ചാൽ മതിയോ? എന്താ പ്രശ്നം? ഇത് തന്നെ പ്രശ്നം. റോഡ് വൃത്തിയാക്കാന്ന് പറഞ്ഞ വോട്ട് മേടിച്ചു. ഇപ്പോഴോ വീട്ടില് വേസ്റ്റ് ആരോ വലിച്ചെറിഞ്ഞു, അതാ പ്രശ്നം. അല്ലേ ഒരു പ്രസിഡന്റായി പോയി എന്ന് വെച്ച് വോട്ട് ചെയ്തവരുടെ അടിമയായിട്ട് കിടക്കണമെന്നാണോ? ഇത് എവിടുത്തെ ന്യായം? ഇനി ഓരോരുത്തരുടെയും വീട്ടിന് നടയെ വരാം. ചപ്പും ചവറും ഒക്കെ കുട്ടയെ വാരി മാറ്റാൻ എനിക്ക് എന്റെ ജോലിയുണ്ട്. വേസ്റ്റും ഗേസ്റ്റും മാറ്റാനൊന്നുമല്ല ഞാൻ പ്രസിഡന്റ് ആയത്. യു നോ ഐ എം നോട്ട് ഓൺലി എ പ്രസിഡന്റ് ബട്ട് ഓൾസോ എ വൈഫ്. ആഹാ മൈൻഡ് ഇറ്റ്. പറഞ്ഞത് കേട്ടോ. പ്രസിഡന്റ് കൂടെ ഡയലോഗ് ഒന്നും വേണ്ട സാർ. ഒരു മിനിറ്റ്. എന്തിനാ എന്താ ഉപ്പ എടുത്തോണ്ട് വന്നിരിക്കുന്നു? ഞാൻ പറഞ്ഞു തീർന്നില്ല അമ്മാവാ. അടങ്ങ് സതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ ചേച്ചി എന്തൊക്കെയാ പറഞ്ഞെന്താണെന്ന് കേട്ടില്ലേ? അവരുടെ വോട്ട് വാങ്ങിയത് ശരിയാ എന്ന് വെച്ച് ആജീവനാന്തം അവരെ അടിമയായിട്ടിരിക്കണമെന്നാ? പാടില്ല, ഒരിക്കലും പാടില്ല. എന്നു മാത്രമല്ല ഈ നഗറുകാരെ നമ്മുടെ അടിമകളാക്കുകയും വേണം. എന്ന് വെച്ചാ പലപ്പോഴും ഒരു നേതാവിനെ നേതാവാക്കുന്നത് പ്രവൃത്തിയല്ല, പ്രസംഗമാ, നയമാ. നയമില്ലാത്ത നേതാക്കൾക്ക് അധികാരത്തിലിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാ ഞാൻ എന്നും കോളനിയിൽ ഇറങ്ങി വേസ്റ്റ് വാരണോന്നാ പറഞ്ഞു വരണേ? പിന്നെ കുറെ വാരും. വേസ്റ്റ് വാരിയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ ആ കഴിഞ്ഞാൻ പറ്റും. പിന്നെന്താ നിങ്ങൾ പറയണേ? എന്റെ സതിമോളെ, ആവലാദികളും പരാതികളുമായി വരുന്നവരെ നമ്മൾ സംയമനത്തോടെ സ്വീകരിക്കണം. നമ്മുടെ മറുപടി കേട്ടാലേ അടുത്ത നിമിഷം പരാതി പരിഹരിക്കുമെന്ന് അവർക്ക് തോന്നണം. പണ്ട് കാളവണ്ടി ഓടിക്കുമ്പോൾ മുഖത്തിന് മുന്നിൽ വൈക്കോല് കെട്ടി തൂക്കും. വൈക്കോല് കടിക്കാൻ വേണ്ടി എന്നോണം കാളകൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കും. വണ്ടിക്കാരന് സുഖം. അതേ നയം വേണം ഇവിടെയും. നമ്മുടെ വോട്ടർമാരുടെ മുന്നിൽ കുറെ വൈക്കോല് കെട്ടി തൂക്കണം. കൊടുക്കാം. വൈക്കോല് മാത്രമല്ല, പിണ്ണാക്കും കാടിയും കലക്കി മുഖത്തിന് മുന്നിൽ തൂക്കിയിടാം. കഴിക്കാനും കുടിക്കാനുമായിട്ട് അതങ്ങനെ നടക്കട്ടെ. വന്ന കാലിൽ തന്നെ അങ്ങ് നിൽക്കുവാണോ? വന്നാട്ടെ, അകത്തോട്ട് വന്നാട്ടെ, പറയാം. വന്നാട്ടെ, ഞങ്ങളൊന്ന് പറയട്ടെ. എല്ലാം പറയണം. പക്ഷെ അതിങ്ങനെ പുറത്തു നിന്നാവരുത്, അകത്ത് കസേര ഇരുന്ന് വേണം പറയാൻ. പുറത്തു നിർത്തി സംസാരിക്കുന്ന പാരമ്പര്യ സത്യമോടെ കുടുംബത്തിനില്ല. വരണം ചേട്ടാ, വരണം. പറഞ്ഞു ഒതുക്കാൻ വേണ്ടിട്ടുള്ള അടവാ. സ്വാധീനത്തിൽ നിങ്ങൾ വന്നാട്ടെ ചേട്ടാ, വരണം. ആ കുട്ടികളൊക്കെ പറയാൻ അറിയില്ല. വീട്ടിൽ പോ മോളെ, വീട്ടിൽ വന്നാട്ടെ ഇരിക്കണം. അങ്ങോട്ട് ഇരുന്നാട്ടെ. അത് നിങ്ങളുടെ വീടായിരുന്നു, നിങ്ങളുടെ വീടാ. അയ്യോ ഇനി അത് വേസ്റ്റ് ആയോണ്ടെന്നെടുത്ത് മാറ്റോ. എല്ലാവർക്കും കുടിക്കാനും കടിക്കാനും എന്തെങ്കിലും എടുത്തു. ഞങ്ങൾ വന്നത് അറിയാം, എന്തിനാ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം. അതിനിടയ്ക്ക് എല്ലാം റെഡി മണിയല്ലേ? സതിച്ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ലേ അതിഥി എന്ന് വെച്ച ദേവന്മാരാണെന്ന്? അതെ എടുത്താട്ടെ. ആഹാ, വേസ്റ്റ് കയ്യിൽ തന്നെ വെച്ചിരിക്കണോ അമ്മാവാ? ഇതങ്ങോട്ട് വാങ്ങിച്ചാട്ടെ, കുടിച്ചാട്ടെ. ചിപ്സ് കുറച്ച് കൂടുതൽ എടുക്കണം. ആഹാ, അത് കൊള്ളാം. ഒരെണ്ണോ? അപ്പൊ ഒരു പാത്രം ചോറ് കൊണ്ടെന്ന് മുമ്പിൽ വെച്ച ഒരെണ്ണ എടുക്കത്തുള്ളൂ. അങ്ങോട്ട് എടുത്താണ് സാർ. ശൗതലെ, ജിലേബി ഉണ്ട്, അത് എടുക്കും. ഇപ്പൊ എടുക്കാം. അയ്യോ വേണ്ട, മതി, ഇത് മതി. അതെ, ഇത് തന്നെ ധാരാളം. എങ്കിൽ ഊണെടുക്കാം. എടുത്താട്ടെ. വേണ്ട, ചപ്പാത്തി ആയാലോ? ഞങ്ങൾ വന്നതേ ആ കെട്ടുകൾ ആരോ റോഡിൽ കൊണ്ട് എറിഞ്ഞു. പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നല്ലോ ചവർ മാറ്റി തരുമെന്ന്. അതെ, അതേക്കുറിച്ച് പറയാൻ വന്നതാ. അതെ, അത്രേ ഉള്ളൂ. ഇതൊക്കെ സതിയോട് പറയേണ്ട കാര്യമുണ്ടോ? അത് പോട്ടെ. അപ്പോ വീട്ടിൽ ചേച്ചിക്ക് സുഖമാണല്ലോ അല്ലേ? മോനിപ്പോ എഞ്ചിനീയറിംഗിന് അല്ലേ സാർ? അതെ. എനിക്കറിയാം, മിടുക്കനാവും, ആള് മിടുക്കനാവും. ഞാൻ ഇന്നലെ വഴി വെച്ച് കണ്ടായിരുന്നു. മുഖത്ത് എന്തൊരു തേജസ്സാ. അല്ല സാറിന്റെ മോനല്ലേ? അല്ല ഊണ് കഴിച്ചിട്ട് ഒന്ന് കാണാമെന്ന് വെച്ചു വന്നു, കണ്ടു, അത്ര. പരാതി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് പരാതി?
വേസ്റ്റിന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ വന്നല്ലേ, ഇനി അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ശരി സാർ, എന്നാ താങ്ക് ഞങ്ങൾ യു. ഇറങ്ങട്ടെ. ആ, ശരി സാർ. ഊണ് അയ്യോ, വേണ്ട. ശരി സാർ, ശരി, താങ്ക് യു. മകൻ അത് രക്ഷപ്പെടുവല്ലേ? പിന്നെ ചോദിക്കണോ സാർ? നടന്നാണ് സാർ, താങ്ക് യു. ഓ ആ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ശരി. അയ്യോ, കാറും കൊണ്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോയിരിക്കുന്നല്ലേ, ഞാൻ കാറി വിട്ടേനെ. അതൊന്നും അല്ല വേണ്ട. ഇവരങ്ങനെ വെറുതെ വിടരുത്. ആ മതി മതി, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ നോക്കിക്കോളാം. ആ കവറില്ല ഞങ്ങൾ കൊണ്ടുപോവാ. അമ്മാവാ, എന്താ മോളെ? ഇനി നമുക്കൊരു കാര്യം കൂടി കണ്ടുപിടിക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വേസ്റ്റ് എവിടുന്ന് വന്നു? വേണം, കണ്ടുപിടിക്കണം. അപ്പോ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കുന്നുണ്ട്. പിന്നല്ലാതെ ഇനി ഈ നഗറിലെ സതി ചേച്ചി ലീലാവതി ചേച്ചി മാറി മാറി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമോ? നമ്മൾ അവരുടെ അനുയായികളും. ഭരണത്തിലായാലും പ്രതിപക്ഷത്തിലായാലും നമ്മൾ പൊതുജീവിതം പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യണം. രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സുഖം തന്നെയാ, അല്ലേ ശാരദ? പിന്നല്ലാതെ. അല്ല ശാരദല്ലേ ഇത്? മനസ്സിലായല്ലോ, ഈ നഗറിൽ എങ്ങനെയാണ് ചവറ് കൂടുന്നതെന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ മനസ്സിലായി. ഇവളാണ് അതിന്റെ പിന്നിലെ ആള്. ഡേയ്! ആ. ഡേയ്! അവിടെ നിൽക്ക്. ഓടരുത്. ഡേയ്! ഓടരുത്. ആരുടെ അവിടെ നിൽക്ക്. ഇടിച്ച്. ഡേയ്! അവിടെ നിൽക്ക്. ആ. ഹ്. വാ വാ വാ, ഇത് ഞാൻ പിടിച്ചോളാം. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. മനസ്സിലായി മനസ്സിലായി. അയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ദാ അങ്ങോട്ട് ഓടുന്നു. ഇപ്പൊ ആളിനെ പിടികിട്ടിയല്ലോ. പിടികിട്ടി പിടികിട്ടി. ഇനി ഈ ചവറ് വളരെ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതെവിടെ? അതൊക്കെ ഉണ്ട്. വാ. ആ. ശരി, വാ വാ. തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഈ ലീലാവതി തോൽപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട. വേസ്റ്റ് വലിച്ചെറിഞ്ഞ് പ്രസിഡന്റിനെ തോപ്പിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ചില തിരിച്ചടികൾ അങ്ങോട്ടും കിട്ടും. ആ. ഇങ്ങോട്ട് തിരിച്ചടി കിട്ടിയാലേ അങ്ങോട്ട് കിട്ടാൻ പോകുന്ന യഥാർത്ഥ അടിയാ. ഓ പിന്നെ പ്രതിപക്ഷക്കാർ തല്ലാൻ വരുമ്പോ ഭരണപക്ഷക്കാരുടെ കൈ മരവിച്ചിരിക്കല്ലേ, ഒന്ന് പോലില്ലാതെ അവിടുന്ന്. ഇതെന്താ ചന്തയോ? നിങ്ങൾ തമ്മിൽ വഴക്കൊഴിഞ്ഞ നേരെയില്ലല്ലോ. നോക്കണം മാഡം, ഞങ്ങൾക്ക് താമസിക്കാനുള്ള ബ്ലോക്ക് മുഴുവൻ ഇവര് വേസ്റ്റ് ആക്കി. വേസ്റ്റുകൾക്ക് വേസ്റ്റ് കൊണ്ട് വേണ്ടേ മാഡം മറുപടി കൊടുക്കാൻ? സ്വയം മറന്ന് പ്രവർത്തിക്കാനാ തീരുമാനമെങ്കിൽ രണ്ടു കൂട്ടിന് വേസ്റ്റ് ആകും, അത് മറക്കണ്ട. മാഡം, ആ സതി വീടൊക്കെ മോടി പിടിപ്പിക്കുക, അതില് മാഡം ഇടപെടണം. സാധാരണക്കാരുടെ നഗരം അത് വെസ്റ്റേൺ രീതിയിലാക്കുക. സത്യം പറഞ്ഞാ ഈ അധികാരികളുടെ കൂടെ ചുറ്റിപ്പറ്റി നിൽക്കാന്ന് പറഞ്ഞാ അതൊരു സുഖമുള്ള ഏർപ്പാടാ. ഒരു ഈ ആന്തോളനം ഓഫ് ഇന്ത്യയാണ്. പിന്നല്ലാതെ ഭരിക്കുന്നവർ ഭരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് വേണ്ടി. എന്തോന്ന് ഭ്രാന്ത? അയ്യോ അമ്മച്ചി, ഇതെന്തോന്ന് ബാധ കൂടിയാ? അയ്യോ, ബാധ ഉപദ്രവിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇത് ലിമിറ്റ് വിട്ട് പറച്ചില്. ഭരണകർത്താക്കൾ ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന്. അല്ല അങ്ങനെ ഇപ്പം എടാ പഠിക്കേ, ഭരിക്കുന്നത് എപ്പോഴും വീട്ടുകാർക്ക് വേണ്ടിയിട്ടാ. എന്ന് വെച്ചാ വീട്ടുകാരും വേലക്കാരും ഒക്കെ ചേർന്ന് അവരെ കൊണ്ട് ഭരിപ്പിക്കുക. നീ ചില വാർത്തകൾ കേട്ടിട്ടില്ലേ? മന്ത്രിമാരെ മക്കളെ വിളയാട്ടങ്ങള്, PAM PS-ന്റെ ഒക്കെ അഴിമതി കഥകള്. എനിക്ക് മനസ്സിലായ അമ്മച്ചി. അല്ല, ഇതില് പല പാഠങ്ങളും നമ്മുടെ സഹിച്ചേച്ചിക്ക് പറഞ്ഞു കൊടുത്ത ആരാണെന്ന് അറിയാവോ? പിന്നല്ലാതെ. മനസ്സിലായി. ലീലാവതി ചേച്ചിയെ പേടിപ്പിക്കാനുള്ള നമ്പറാണല്ലേ? കൊള്ളം കേട്ട വെള്ളത്തെ മൂലയിൽ ഒളിച്ചു നിൽക്കണം. ലീലാവതി കുഞ്ഞു വരുന്നതും തോന്നൊരു ശബ്ദം ഉണ്ടാക്കി ചാടിവിട്ടാ മതി. 7 ദിവസം ഭരിച്ചു കിടക്കും. നിങ്ങളെയൊക്കെ അടുക്കളക്കാരെന്ന് ആരാ പറഞ്ഞത്? ദേ, പാചകക്കാരുടെ പരമ്പരാഗതമായ യൂണിഫോം ആയത് യൂറോപ്യൻ ഷെഫ്.
ശരിയാണ്, ഞാനും ഇത് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഈ തലയിൽ എന്തെന്ന് തൊപ്പി? അയ്യോ അത് മനസ്സിലായില്ലേ, അത് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിയുമ്പോ വേസ്റ്റ് വരത്തില്ലേ, അതിട്ട് വെക്കാനുള്ള വേസ്റ്റ് ബോക്സ് ആണ് തലയിൽ വെച്ചിരിക്കുന്നത് അല്ലേ. ദേ നോക്ക്, നാളെ മുതൽ ഞാൻ ഈ ഔദ്യോഗിക വസതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. ലത ചേച്ചി ഈ യൂണിഫോം ഇട്ട് വേണം ഇനി ജോലിക്ക് വരേണ്ടത്. ഏ ആ, 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 ആ. ചില വസ്ത്രങ്ങൾ ഇടുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഊർജം കിട്ടും. നോക്കിക്കോളൂ. കണ്ട വ്യത്യാസം കണ്ട വ്യത്യാസം കണ്ട. There is a total difference between old type and new type. Yes, dress is good. പക്ഷേ ഇംഗ്ലീഷ് ഈസ് മോശം. ആഹാ. നോക്കടാ, ഈ ഡ്രസ് ഇടുമ്പോ വളരെ ഫാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം. ആ, അയ്യോ, എന്റെ കൈ മുറിഞ്ഞതാ. അയ്യോ, എന്റെ കൈ എന്ത്? ഓടിക്കേ. ചേച്ചി, എന്ത് പറ്റി? എന്റെ അമ്മേ, അയ്യോ കൈ മുറിഞ്ഞാ? അയ്യോ ഈശ്വരാ, നോക്കട്ടെ. എനിക്ക് വയ്യേ. അയ്യോ കുഞ്ഞെ, ചോര പാഴാക്കി കളയല്ലേ, കുടിച്ചോ. എടാ ഓടിക്കേ, നമുക്ക് ഈ മുറിവ് വെച്ച് മുതലാക്കണം. ആ. എന്ത്? എന്താടാ പറഞ്ഞേ? സായി ചേച്ചിക്ക് മനസ്സിലായില്ലേ? ലത ചേച്ചി പറഞ്ഞ എനിക്ക് മനസ്സിലായി. അതായത് സഹതാപ തരംഗം ഉണർത്തി വിടാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യമാണ് നമുക്കിപ്പോ വീണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ല. കുഞ്ഞ് രാഷ്ട്രീയക്കാർ ടെക്നിക്ക് മനസ്സിലാക്കിയിട്ടില്ലേ? എന്റെ കുഞ്ഞെ, എവിടെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്ത് കയ്യോ കാലോ മുറിഞ്ഞ അത് നമുക്ക് അനുകൂലാക്കണം. ഇപ്പൊ തന്നെ കൊടുത്ത വാക്കൊന്നും ചേച്ചിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോ ജനങ്ങളുടെ കണ്ണ് തൽക്കാലം മൂടണം. അവര് നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് ഈ മുറിവ്, ഈ കൊച്ചു മുറിവ്. ആലോചിക്കാനൊന്നുമില്ല. ദേ, ഇപ്പൊ നോക്കിക്കോ സഹതാപം കിട്ടാൻ പോകുന്നത്. ഓ എന്റെ അമ്മേ, ഒരു നീറ്റല്. ഇതെന്താ ഒരു കൊച്ചു മുറിവ്, ഒരു പ്ലാസ്റ്റർ മതി. ദേ, ചേച്ചി ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇതെന്തിനടാ ഇത്രയും? അതൊക്കെ വേണമെന്ന് നോക്കട്ടെ. അതാണ് ഈ ഭാഗം ഉണ്ടല്ലോ, നല്ല പ്രോജക്ട് ചെയ്ത് അതൊക്കെ നിൽക്കണം. പ്രോജക്റ്റ് ആവും, തുടങ്ങി കഴിഞ്ഞല്ലേ പ്രോജക്റ്റാ? പ്രോജക്റ്റ്. അയ്യേടാ, നാണമാവുന്നടാ. ചുമ്മാ ഇരി. ഒരുമാതിരി തീവട്ടിക്കൊള്ളക്കാരുടെ പന്തം പോലെ. ചേച്ചി, ഏ? ഒരു ഭരണാധികാരിയെ കുരു പിടിപ്പിക്കുന്ന ആരാണ്? എന്ത് പിടിപ്പിക്കുന്നേ? കരു പിടിപ്പിക്കുന്ന ഓ, ആരാണ്? കരു കൂടെ പിടിപ്പിക്കുന്നേ. നിൽക്കുന്നവരാണ്, ഓ. പേഴ്സണൽ സ്റ്റാഫുകളാണ്. ഞങ്ങള് അയ്യോ, ഇതെന്തിനാടാ ചേച്ചിയെ ഇത്രയും ഒന്ന് തലയില് കരു പോലായി പിടിപ്പിക്കാൻ ഇപ്പോ? പോവുകയാണ്. ഏ? ചേച്ചി അവിടെ ഒന്നും ഉണ്ടായിരുന്നേ. ചേച്ചിയെ കരു പിടിപ്പിക്കാൻ പറ്റുമോ ഞങ്ങളൊന്ന് നോക്കട്ടെ കേട്ടോ. അതൊക്കെ അല്ല അതെ, ഈ വെയിലൊക്കെ ഒന്ന് താന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് നഗരവാസികളെ കണ്ടാ പോരെ? പോരടാ, പോരാ. പോരെ? കാരണം ആ. ഞാൻ ജീവിക്കുന്നത് എന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അല്ല, ഞാൻ പറയുന്ന എല്ലൊക്കെ ഒന്ന് ഊറി പിടിച്ചിട്ട് പോയാ പോരെ? അയ്യോ എന്ത് പറ്റി മാഡം? ഒരു നേതാവിന് എന്തു പറ്റിയാൽ എന്താ? സഹയാത്രിയെങ്കിൽ സഹയാത്രിയ, അല്ലെങ്കിൽ സഹപകല്. ഒരു നേതാവിന് വലുത് കാലും കയ്യും അല്ല, ജനങ്ങളാണ് അവരുടെ കൈ, ജനങ്ങളാണ് അവരുടെ കാല്. കൈ തുണ്ടിച്ചു പോയി കുഞ്ഞെ, ഇറച്ചി വെട്ടുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെട്ടാന്ന്. അതെങ്ങനെ? മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമില്ലാത്ത ആളല്ലേ. ചേച്ചി മാറി നിൽക്കണം, ഞാൻ ചെയ്യാന്ന്. ഞാൻ തിരിഞ്ഞു നടക്കുമ്പോണ്ടല്ലോ വെട്ടിന്റെ ശബ്ദം, പിന്നെ കിരികിരാന്ന് കേട്ടു. കോഴിയുടെ കാലിന്റെ എല്ലാം ഒടിഞ്ഞു ഞെരിഞ്ഞു വരുന്നതാണ് ഞാൻ വിചാരിച്ചത്. നിലവിളി കേട്ടപ്പോഴുണ്ടല്ലോ എന്റെ നെഞ്ചങ്ങ് സ്തംഭിച്ചു പോയി. സാരമില്ല, ഒരു നേതാവിന് ഇതൊന്നും വലിയ കാര്യമല്ല. എനിക്കിത് കേൾക്കാൻ ഇനി ഒരുപാട് പ്രതിസന്ധികൾ ഇതുപോലെ നേരിടാൻ കിടക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, എനിക്കിത് കേൾക്കാൻ ഇനി ഒരുപാട് പ്രതിസന്ധികൾ ഇതുപോലെ നേരിടാൻ കിടക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ആ, നീ ഇങ്ങനെ നടന്നോ? പ്രസിഡന്റ് കൈ പ്രസിഡന്റ് എന്ത് പറ്റി? കൈ രണ്ടായിട്ട് മുറിഞ്ഞു. കുഴപ്പമില്ലേ? ഉണ്ട്. പക്ഷെ എന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വേദന കടിച്ചമർത്തും. അല്ല, പക്ഷെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ലല്ലോ. ഇതാണ് പ്രതിപക്ഷത്തിന്റെ കുഴപ്പം. ഇതാണ് എന്ത് കണ്ടാലും സംശയം. അത് തന്നെ. മാഡം ഈ കൈയും വെച്ച് വെയിലത്തിറങ്ങി നടക്കണ്ട. നടക്കും. എനിക്ക് എന്റെ അസോസിയേഷനെ ആൾക്കാരെയും കാണണം. ശരീരവേദന വരുമ്പോ കഥകടച്ചിരുന്ന സുഖചികിത്സ നടത്തുന്ന നമ്മളല്ല ഈ സതി. എന്റെ നഗറിന്റെ ക്ഷേമമാണ് എന്റെ ആരോഗ്യം, അതാണ് എന്റെ മരുന്ന്. അവരെ കണ്ടാലാണ് എന്റെ വേദന മാറുന്നത്. പക്ഷെ കുറെ തുണിയിട്ട് കെട്ടിയിട്ടുള്ളത് വേദന ബ്രെയിനിലെത്താൻ കുറച്ച് സമയം എടുക്കും. കുഴപ്പമില്ല. അതെ, നമുക്ക് ഇപ്പൊ പോണം, അകത്തോട്ട് പോയാ പോരെ? എനിക്ക് എന്റെ ജനങ്ങളെ കാണണം, അണികളുടെ അടുത്തോട്ട് പോണം. എനിക്ക് എന്റെ അണികളെ കാണണം. മണിയനെ കാണണം അല്ലേ? തീരെ വയ്യ കേട്ടാ കൈ, എന്നാലും പോവും. പ്രസിഡന്റിന്റെ കൈ ഒടിഞ്ഞ്, പക്ഷെ കൈയല്ല, എനിക്ക് വലുത് നഗറാണെന്ന് പറഞ്ഞ് വേദന കടിച്ചമർത്തി നടക്കുകയാണ്. പ്രസിഡന്റ് ഞങ്ങൾക്കറിയാം, പ്രസിഡന്റ് ആത്മാർത്ഥത ഞങ്ങൾക്കറിയാം. പ്രസിഡന്റ് റെസ്റ്റ് എടുക്കണം. ഒറ്റ അടി വെച്ചെറിഞ്ഞ റെസ്റ്റ് എടുക്കാനോ? റെസ്റ്റ് എടുക്കും, അത് അവസാനത്തെ റെസ്റ്റ് എടുക്കും.
തലക്കൽ കത്തിച്ച നിലവിളക്കും കാൽക്കൽ കറിയുന്ന എന്നെ ബന്ധുക്കളും അങ്ങോട്ട് അതാ എന്റെ കൊല്ല്. അവസാനത്തെ റെസ്റ്റ് എടുക്കും അന പറ്റണ വാക്കുകളൊന്നും പറയാതെ കുഞ്ഞെ ആ കണ്ട പ്രസിഡന്റ് കൈ ഒടിഞ്ഞ കൈ ഒടിഞ്ഞു തല പോയാലും വരും നിങ്ങളെ കാണാൻ ദേ കണ്ടോ? അറിയോ? കൈ കണ്ടോ? കൈ ഒടിഞ്ഞ പൊക്കണ്ട ആ കൈ ഒടിഞ്ഞു. ആരുടെ പറയാൻ കൈ എല്ലായിടത്തും ഒടിഞ്ഞ പറ കാര്യം? ഓടിക്ക കൈ തുണ്ടിച്ചത് അതെ എനിക്ക് ബലമായ സംശയമുണ്ട് കേട്ടോ. ഇതേ പ്രസിഡന്റിന്റെ തന്ത്രമാ. ആ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം. ആ ഒടിഞ്ഞ കൈ നമുക്ക് ബലമായിട്ടൊന്ന് പരിശോധിക്കണം. വേദനയൊന്നും ഇല്ലെന്നേ. ഇല്ല വെറുതെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. സതിയെ വിശേഷിപ്പിക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ: ത്യാഗം, നിഷ്കാമ കർമ്മം. ഈ ഒടിവ് ഒരു ഒടിവേ അല്ലെന്ന് പറഞ്ഞ് ഒരു മാൻപേടയെ പോലെ അടിവെച്ച് നമ്മുടെ പ്രസിഡന്റ് വരികയാണ് ഈ രാജവീതിയിലൂടെ. ആ ചേച്ചി കൂടി നടക്ക് ചേച്ചി. ഈ കൈ ഒടിഞ്ഞത് ഒരു വിഷയമേ അല്ല, അറിയാവോ? പിന്നല്ലാതെ ചോദിക്കണം.